ബിഗ് ബോസ് ഞായറാഴ്ചത്തെ എപ്പിസോഡാണ്. നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ആദ്യം നമ്മുടെ ബെന്നിയാണ് വിളിക്കുന്ന. ബെന്നിയുടെ അടുത്ത് ചോദിക്കുന്നു, ബെന്നി ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ഒരു വനിത ക്യാപ്റ്റനായിട്ട് വന്നത് എന്ന് ലാലേട്ടൻ പറയുന്നു. ബിന്നി ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻസിക്ക്. പിന്നെ ഞാനല്ല ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട, ഇവിടെ ഉള്ള ഓരോ അംഗങ്ങളാണെന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ അവിടെയുള്ള അംഗങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചു, ബിന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ലാലേട്ട എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ലാലേട്ടൻ വിളിച്ചത് ഷാനവാസിനെയാണ്. ഷാനവാസ് പെട്ടെന്ന് കൈപൊക്കുന്നുണ്ടല്ലോ, ബെന്നി നല്ല ക്യാപ്റ്റനാണെന്നും പറഞ്ഞ്. അത് നല്ല ക്യാപ്റ്റനൊക്കെ തന്നെ. പിന്നെ നിങ്ങൾ തങ്ങളിൽ ഭയങ്കര അടിയായിരുന്നല്ലോ, അത് ചെറിയ കാര്യങ്ങൾക്കാണ് ലാലേട്ട, എന്നാലും അവൾ നല്ല ക്യാപ്റ്റനായിരുന്നു എന്ന് നമ്മുടെ ഷാനവാസ് പറഞ്ഞു. പിന്നെ നമ്മുടെ ലാലേട്ടൻ വിളിച്ചത് ആര്യനെയാണ്. ആര്യൻ്റെ കൂടെ ചോദിച്ചു, ബെന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു? അത് കുഴപ്പമില്ലായിരുന്നു ലാലേട്ട. ആദ്യം ഭർത്താവ് ഇവിടെ ഉള്ളത് കൊണ്ട് ആദ്യം ബെന്നിക്ക് കുറച്ചിതായിരുന്നു. ഭർത്താവ് പോയതിന് ശേഷം നല്ലതുപോലെയായിരുന്നു എല്ലാവരോടെയും പെരുമാറിയത് എന്ന് പറഞ്ഞു. പിന്നെ അനീഷിനെ വിളിച്ചു. ലാലേട്ടൻ ചോദിച്ചു, ബിന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട്? കൊള്ളില്ല ലാലേട്ട, ഏറ്റവും മോശം ക്യാപ്റ്റനായിരുന്നു ബിന്നി എന്ന് നമ്മുടെ അനീഷ് പറഞ്ഞു. അനീഷ് ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പേ ഇത് പറഞ്ഞിരുന്നു എന്ന് ലാലേട്ടൻ ചോദിച്ചു. അനീഷ് ലാലേട്ടൻ്റെ കൂടെ പറഞ്ഞു, ബിന്നി പറഞ്ഞു എൻ്റെ ഈ ക്യാപ്റ്റൻസി എൻ്റെ തലയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒട്ടും കൊള്ളൂലാത്തൊരു ക്യാപ്റ്റനായിരുന്നു എന്ന് ബെന്നി എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ലാലേട്ടൻ ചിരിച്ചുപോയി. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ലാലേട്ട അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. ഓരോരുത്തരെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ലാലേട്ടൻ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വീട്ടിൽ ഇരിക്കുന്നവരെ വഴക്കുടമ്പ് വിളിക്കുന്നത് വേണ്ട, അപ്പൂപ്പനെ അമ്മൂമ്മ എപ്പോഴും ഒരാളെ തന്നെ വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ട, എന്നെ ചൊറിയാൻ വരുമ്പോഴാണ് ഞാൻ പറയുന്നത്, എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി വിളിക്കില്ലെന്ന് ഷാനവാസും. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നു, ഇവിടെ ക്യാപ്റ്റൻസിക്ക് തിരഞ്ഞെടുത്ത ആരെയാണ്? അപ്പോൾ ആതിര, ലക്ഷ്മി, ജിസേൽ. അപ്പോൾ പറഞ്ഞു, നമുക്ക് ക്യാപ്റ്റൻസിയുടെ ഒരു ഗെയിം കൊടുക്കാം, അതിൽ ആര് ജയിക്കുന്നതെന്ന് നോക്കാം. ആ ഗെയിമിൽ ആതിര ജയിച്ചു, ബാക്കി രണ്ടുപേരും തോറ്റുപോയി. അപ്പം ആതിര ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു. പിന്നെ കാണിക്കുന്നത് നോമിനേഷനാണ്. ആ നോമിനേഷനിൽ നമ്മുടെ ജിസേലാണ് പുറത്തു പോകുന്നത്. അപ്പോഴത്തേക്കും ജിസേലിൻ്റെ അടുത്തും ആതിരയുടെ അടുത്തും ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ്, കൂട്ടുകാരാണെന്ന് ചോദിക്കുന്നു. ജിസേൽ പറയുന്ന ആര്യനാണ്, ആതിര പറയുന്ന അനുമോളാണെന്ന്. അങ്ങനെ രണ്ടുപേരെയും അവരുടെ അടുത്ത് വിളിക്കുന്നുണ്ട്. ആതിരയും അനുമോളും സംസാരിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നു, കരയുന്നു നമ്മുടെ അനുമോള്. പിന്നെ ആര്യനും ജിസേലുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിസേൽ ഔട്ടായെന്നാണ്. അതറിഞ്ഞ ഉടനെ ബിഗ് ബോസിൽ എല്ലാവരും ഞെട്ടിപ്പോയി. അവരൊരിക്കലും വിചാരിച്ചില്ല ജിസേൽ ഔട്ടാവുമെന്ന്. പിന്നെ നമ്മുടെ ആതിര ഔട്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ജിസേൽ ഇന്നലെ ഔട്ടായി. ജിസേൽ ആ രീതിയിൽ തന്നെ എടുത്തു.